പുറത്ത് നല്ല മഴ ഇങ്ങനെ കനത്ത് പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ചൂടുള്ള എന്തെങ്കിലും കഴിക്കാനായിട്ടായിരുന്നു മോഹം ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ എന്ത് കഴിക്കാമെന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് വളരെ ഒരു സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ, എന്നാലും അത്ര ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും വേണ്ട, അങ്ങനെ ഒരു മൈൻഡായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ തന്നെ വേഗം അവിടെ ഉണ്ടായിരുന്ന പഴം, ഇത് നമ്മളുടെ വീട്ടിൽ ഉണ്ടായിരുന്ന പഴമായിരുന്നു, പക്ഷെ അത് ചെറിയ കായായപ്പോൾ തന്നെ ഒടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാനത് വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് വന്ന് ഇങ്ങനെ തൂക്കിയിട്ടതായിരുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു മുട്ടയുടെ ഓംലേറ്റും പഴവും ചായയും കുടിക്കാമെന്നുള്ളൊരു പ്ലാൻ ഇട്ടു. അതാകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹെൽത്തിയുമാണ്, പിന്നെ അത് മാത്രമല്ല കുറച്ചുകൂടി നമുക്ക് കഴിക്കാനും ഈസിയല്ലേ രാവിലെ തന്നെ. ചൂട് പോകുന്നുണ്ടേ. മഴയത്തൊരു ഓംലെറ്റ്. സുടുസുട ഓംലെറ്റ് മഴയത്ത്, അങ്ങനെ പറയണം അല്ലേ? നല്ലാണ്. മതി, കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. ഈ സാധനം കഴിക്കരുതെന്ന് പറയും. വൈ പുഴുവാ. എന്നുവെച്ചാ ചായ. ചൂടുണ്ടല്ലോ. യെസ്. ഇവിടെ നിന്നിട്ട് നോക്കി അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് കാണിക്കും. അവിടെ കാണാൻ നല്ല രസമല്ലേ, വ്യൂ അല്ലേ? അങ്ങനെ വളരെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് എൻജോയ് ചെയ്തിരിക്കുമ്പോഴാണ് ഓർത്തത്, അയ്യോ അരി ഇട്ടില്ലല്ലോ ഉച്ചക്കത്തേക്കുള്ളത് എന്നുള്ളത്. അങ്ങനെ വേഗം അരിയൊക്കെ ഇട്ട് പിന്നെ ആണെങ്കിലും പിന്നെ മോഹം വന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്പൈസി ആയിട്ട് എന്തെങ്കിലും ഉച്ചയ്ക്ക് കഴിക്കാനായിരുന്നു, നല്ല ചോറിൻ്റെ കൂടെ. അപ്പോഴാണ് ഫ്രിഡ്ജിലുണ്ടായിരുന്ന ചിക്കൻ, തലേന്ന് മേടിച്ച് വെച്ച് ചിക്കൻ പരട്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തായാലും വറുത്ത് നല്ല ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഒരു തിക്കായിട്ടുള്ള ഒരു നല്ല ഒനിയനൊക്കെ ഇട്ടുള്ള ഫ്രൈ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു റോസ്റ്റ്, അതും ചോറും പിന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള നല്ല പാവക്ക തീയൽ ഉണ്ടായിരുന്നു. അതായത് പാവക്ക നമുക്കറിയാം വളരെ നല്ലതാണ് നമ്മൾ കഴിക്കുന്നത്. അത് മാത്രമല്ല അത് ഒട്ടും കയ്പില്ലാത്ത രീതിയിൽ ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു മെത്തേഡാണ്. പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും കയ്പൊക്കെയാണെന്നോ അല്ലെങ്കിൽ പാവക്കയാണെന്നോ, കാരണം എല്ലായിടത്തും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്, ഞങ്ങൾ പാവയ്ക്കെന്നാണ് പറയുന്നത്. അപ്പോൾ പാവയ്ക്കയാണെന്ന് മനസ്സിലാകാത്ത രീതിയിലുള്ളൊരു കറിയായിരിക്കും. ഏകദേശം ഒരു മോര് കറിയുടെയും പിന്നെ എരിശ്ശേരിയുടെയും നടുക്ക് വരുന്ന ഒരു ഒരു ടേസ്റ്റാണ്, പക്ഷെ എന്തായാലും നല്ല ടേസ്റ്റാണ്.
ഉപ്പ്. ചിക്കൻ റോസ്റ്റ് ഏകദേശം കഴിഞ്ഞു. പക്ഷെ ഉപ്പ് നോക്കിയപ്പോഴാണ് ചെറുതായിട്ട് ഉപ്പ് കൂടുതലല്ലേ എന്നൊരു തോന്നൽ വന്നത്. ഇച്ചിരി ഉപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കറിയുടെ ഫുള്ള് ടേസ്റ്റ് കിട്ടില്ല. അപ്പം ഞാൻ വേഗം എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തിട്ടു. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു. പിന്നെ ഉരുളക്കിഴങ്ങിന് അത്രയും സമയം വേണ്ടല്ലോ വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അത് എവിടെയോ ആരോ പറഞ്ഞു തന്നൊരു ടെക്നിക്കാണത്. പല സമയത്തും വർക്കായിട്ടുണ്ട്. ഉപ്പ് കൂടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പം എന്തായാലും അതും കൂടി ഇടട്ടെ. പിന്നെ അത് മാത്രമല്ല അത് വേറൊരു ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് ഉരുളക്കിഴങ്ങിലൊക്കെ പിടിക്കുന്ന സമയത്ത് അത് വേറൊരു ടേസ്റ്റായിട്ട് വരും. അപ്പോൾ എന്തായാലും റോസ്റ്റൊക്കെ റെഡിയായി. അപ്പോൾ ആ ഒരു രാവിലെ തന്നെ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ള ആ ഒരു ലഞ്ച് നല്ല ചൂട് ചോറും പാവയ്ക്ക തീയലും അതുകൂടാണ്ട് നല്ല ചിക്കൻ റോസ്റ്റും കൂട്ടിക്കൊണ്ട് കുറേ ദിവസമായിട്ടോ ചിക്കൻ കഴിച്ചിട്ട്. എനിക്ക് തോന്നുന്നു 1 മാസത്തോളം ആയിട്ടുണ്ടാവും ചിക്കൻ കഴിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി അധികം നല്ലൊരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കിയപ്പോൾ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയിൽ ഏറ്റവും ഗ്യാരണ്ടിയോടെ കഴിക്കാൻ പറ്റിയതും അല്ലെങ്കിൽ ഏത് ഉറക്കത്തിൽ എനിക്കിരുന്ന് ഉണ്ടാക്കാൻ പറ്റും എന്ന് കോൺഫിഡൻസ് ഉള്ളൊരു റെസിപ്പിയാണിത്. കാരണം ഇത് പണ്ടേ മുതലേ നമ്മുടെ ഈ ഒരു നാട്ടിലുണ്ടാക്കുന്ന ഒരു റെസിപ്പി തന്നെയാണ്. ഇതും മോരുചാറും, അത് പ്രത്യേകിച്ച് പൈനാപ്പിളിൻ്റെ മോരുചാറും ചിക്കൻ്റെ ഈ ഒരു റോസ്റ്റും പിന്നെ കൂട്ടത്തിൽ ഒരു നല്ല പുളി പറ്റിച്ചിട്ടുള്ള ഒരു മീൻകറിയും പിന്നെ ഒരു ക്യാബേജ് തോരനും കൂടി ഉണ്ടെങ്കിൽ ഏകദേശം നമ്മളുടെ ഒരു ചെറിയൊരു മിനി സദ്യ ഒരു ഫുഡ് ഈ ഒരു രീതിയിലാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമായോ?